ചില ചടങ്ങുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. ചില ചടങ്ങുകൾക്ക് ചെല്ലുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല, നേരിയ ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. സംഘാടകരോട് ഇതൊന്നും പറയാൻ പറ്റില്ല. വരണം എന്ന് പറയുമ്പോൾ വരില്ല എന്ന് പറയത്തക്ക വിധമുള്ള ധിക്കാരം മാനസികമായിട്ടില്ലതാണ്. കൂട്ടത്തിലൊരു ഫലിതം പറയട്ടെ, കേൾക്കുന്ന എല്ലാവരും തേങ്ങിക്കരയുന്ന ചില ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. കേൾക്കുന്നവരൊക്കെ കരച്ചു. അതിന്റെ പേരാണ് പുതിയ കുട്ടികളുടെ പ്രവേശനോത്സവം. ഒരു കുട്ടി കരയുമ്പോൾ ബാക്കി കുട്ടികളും കരയും. അതുകൊണ്ടാണ് ഇത്രയും കരച്ചിലുണ്ടാവുന്നത്. കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ ഈ അനുഭവം ഉണ്ടാവും. ആ അമ്മമാരുടെ മുഖം കൊണ്ട് കരുവാളിക്കും. അമ്മമാരെ ആശ്വസിപ്പിക്കണോ, മടിയിൽ വെച്ച കുട്ടിയുടെ നിലവിളി. ഈ അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ പറയും, കുഴപ്പമില്ല, ഇങ്ങനെ കരഞ്ഞ കുട്ടികളൊക്കെയാണ് വലിയ സ്ഥിതി എത്തുക. ഒരു കുട്ടി കരയുമ്പോൾ എല്ലാ കുട്ടികളും കരയും. അതുകൊണ്ട് നിങ്ങളുടെ മകന്റെ കുറ്റമല്ലാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ വരി പറയാറില്ല. ഉടനെ അമ്മമാരുടെ മറുപടി, നിന്റെ കുട്ടിയല്ല ആദ്യം കരഞ്ഞത്. അങ്ങനെ വല്ല അർത്ഥമുണ്ട്? ആദ്യം കരഞ്ഞ് പിന്നെ കുട്ടിയാണ്, അതുകൊണ്ട് ഒരു കുട്ടി കരഞ്ഞാൽ എല്ലാ കുട്ടിയും കരയുന്നുള്ള അർത്ഥത്തിലല്ല പറയണത്. എന്റെ കുട്ടിയല്ല ആദ്യം കരഞ്ഞത്, ബാക്കി കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് എന്റെ കുട്ടി കരയണത്. ഏതായാലും നമ്മളൊക്കെ ഈ കടമ്പ കയറി വന്നവരാണ്. 1ാം ക്ലാസ്സിൽ ചേർത്തുമ്പോൾ ഞാനും ഇതേമാതിരി നിലവിളിച്ച് ബഹളുണ്ടാക്കിയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയത് 2ാം ക്ലാസ്സിലാവുമ്പോ 1ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളിൽ ബഹളം ഉണ്ടാക്കുന്നത് നമ്മൾ കാണുകയാണ്. അച്ഛനമ്മമാര് പേടിച്ച് മതിലിന്റെ അപ്പുറത്ത് നിൽക്കുക. വല്ലാതെ ബഹളം ഉണ്ടാക്കാതെ ഇരിക്കുന്നുണ്ടോ, ഓടി വരുമോ, ഇനി അവിടേക്ക് ഓടിച്ചെല്ലണോ, മനസമാധാനമില്ല. ഈ കുട്ടികളാണ് ഭാവിയിൽ അധ്യാപകരും ആവുന്നത്, പ്രിൻസിപ്പാളും ആകുന്നു. പക്ഷെ ഇപ്പൊ കാലം മാറി. കുറച്ചൊരു 5 കൊല്ലമായിട്ട് ഇങ്ങനെ കുട്ടികൾ കരയുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ 1ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില കോഴ്സുകൾ ഇങ്ങനെയൊക്കെ അവർക്കൊരു ശീലം ബന്ധുകയും വീട്ടിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു കൂട്ട നിലവിളി എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല. പല സ്കൂളുകളിലും വിളിച്ചാലും ആദ്യം വിളിച്ച സ്കൂളിൽ കേൾക്കും. ഇത്തവണ കൊളത്തൂര് അദ്വൈത ശ്രീ ശങ്കര വിദ്യാപീഠത്തിലാണ് പോയത്. ശ്രീശങ്കര വിദ്യാപീഠത്തില് കുട്ടികള് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയാണ്. അതിന്റെ രക്ഷാധികാരി ചിദാനന്ദപുരി ആണ്. ചിദാനന്ദപുരി സ്വാമി ഇപ്പൊ അമേരിക്കയിലാണ്. സ്വാമിനി അമ്മയാണ് അതൊക്കെ നടത്തിക്കുന്നത്. സ്റ്റേജിലെത്തിയപ്പോ ഒരു ഹാള് മുഴുവൻ ചെറിയ കുട്ടികൾ. ആ കുട്ടികൾ ഒരു കാരണവശാലും സഹകരിക്കില്ല, സ്റ്റേജിലേക്ക് നോക്കില്ല. കുട്ടികൾ നോക്കുന്ന രീതിയിലുള്ള കലാപരിപാടികൾ അവിടെ ഇല്ല. ഇങ്ങനെയാണ് സ്ഥിതി. എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളതിൽ ബുദ്ധിമുട്ടാണ്. സ്വാമിനിയമ്മ പറഞ്ഞു, കുട്ടികളോട് വല്ല കഥയും പറയും. കഥ പറയാനും കുട്ടികൾ ഇരിക്കില്ല. അതിനൊരു പീരീഡും പ്രായമുണ്ട്. മുമ്പില് ഇരിക്കുന്ന
എത്ര ചെറിയ കുട്ടികൾ, ഇത്ര ചെറിയ കുട്ടികളായിട്ട് ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടാണ്, ആർക്കും പറ്റില്ല. എന്നാൽ മുതിർന്ന കുറച്ച് കുട്ടികൾ ഏറ്റവും പറയലുണ്ട്, പുതുതായി വന്ന രക്ഷാകർത്താക്കളും. ആദ്യം ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ പ്രസംഗിക്കുന്നില്ല. അപ്പൊ ഇവർക്കൊരു ആശ്വാസമാവും എന്ന് വിചാരിച്ചു. അതുമില്ല, അത് കേൾക്കില്ല അവര്. അതുകൊണ്ട് നിങ്ങളോട് വർത്തമാനം പറയുകയാണ് ചെയ്യുന്നത്. വർത്തമാനം പറയുകയാണെങ്കിൽ നമ്മൾ കേൾക്കാന്നുള്ള ആശ്വാസം അതും കുട്ടികളുടെ മുഖത്തില്ല. പക്ഷെ അവിടെ വെച്ചിട്ട് ഞാൻ ചില അനുഭവങ്ങൾ പറഞ്ഞു. ആരും കേൾക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചിലര് കേൾക്കുന്നുണ്ടാ കൂട്ടത്തിൽ. അവരുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നു. ഞാൻ കുട്ടിയായിരിക്കുമ്പോ ഇതേമാതിരി ഏതോ സാഹിത്യകാരൻ പ്രസംഗിക്കാൻ വന്നു. തീരെ ചെറിയ കുട്ടിയാവാൻ സാധ്യതയില്ല, ഒരു 8 വയസ്സെങ്കിലായിരുന്നു, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കഴിഞ്ഞ കൊല്ലം ഈ ഡേറ്റിന് എന്തേ ജീവിതത്തിൽ ഉണ്ടായി ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കൊല്ലം ഈ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? എന്തായിരുന്നു? വീട്ടിൽ വിരുന്നുകാരെങ്കിലും വന്നോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന സംഭവം എന്തായിരുന്നു? ഒരു കുട്ടിക്ക് അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടി ഇപ്പൊ പറഞ്ഞില്ല, ഏതെങ്കിലും കുട്ടി പറഞ്ഞാൽ ഞാൻ വിടില്ല. അതിന് മുമ്പത്തെ കൊല്ലം ഈ ഡേറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് പറയാൻ കഴിയാതിരിക്കാൻ കാരണം അന്നന്ന് നടന്നത് മുഴുവൻ ഒരു ഡയറിയിൽ എഴുതി വെക്കണം. എന്നിട്ട് പ്രധാന കാര്യം തലക്കെട്ടായിട്ടും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കാൻ പോകും. അത് തലക്കെട്ടിലോ എനിക്ക് തോന്നി. വീട്ടിൽ വന്നു, അധ്യാപകനെ അച്ഛനോട് ഡയറി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഡയറി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ ഡയറി ഒന്നും അവിടെ ഇല്ല അപ്പോഴത്തെ കാലത്ത്. ഡയറി ഇങ്ങനെ കോമൺ അല്ല. ഇങ്ങനെ പലവരും നടന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. എന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡയറിയിൽ ഞാൻ എഴുതി വെക്കാറുണ്ട്. മഹാന്മാരായ ആളുകൾ ഡയറി മുടങ്ങാതെ എഴുതും. അവരവരുടെ ആത്മകഥയൊക്കെ എഴുതുമ്പോൾ ഡയറി നോക്കിയിട്ടൊക്കെ പരിചയപ്പെടുത്തും. നടക്കങ്ങനെ കാണുമെങ്കിൽ തുടങ്ങിയപ്പോൾ നോട്ട് പുസ്തകത്തിന്റെ പേജൊക്കെ കീറിയിട്ട് ഡയറി പോലെ ഒരെണ്ണം ഉണ്ടാക്കി. ആദ്യത്തെ സ്ഥലത്തിട്ട് ഇന്ന് ഡയറി എഴുതി തുടങ്ങി. രണ്ടാമത്തെ ദിവസം എഴുതുമ്പോ ആ ദിവസം പുതുതായിട്ട് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല, തലക്കെട്ട് കൊടുക്കാനേ. ഇപ്പോഴും ഓർമ്മയുണ്ട്, പരമേശ്വരനാരുടെ വീട്ടിൽ പോയി പാല് വാങ്ങി വന്നു, തലക്കെട്ട്. മൂന്നാമത്തെ ദിവസം തന്നെ. അപ്പൊ തലക്കെട്ട് മാറ്റാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കും. പക്ഷേ അങ്ങനെ ഒരു ശീലം തടിയോണ്ട് എന്ത് ഗുണമുണ്ടായി? ഇന്നലെ വൈകുന്നേരം വരെ ജീവിതത്തിൽ നടന്ന ഏത് കാര്യവും ഏത് ദിവസവും ഏത് ഡേറ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിന് കുറെ സമയമൊന്നും വേണ്ട. എന്റെ 5312 പ്രസംഗം എന്തായിരുന്നു? ഞാൻ എടുത്താൽ മതി. ഇന്ന സ്ഥലത്ത്, ഇന്ന ഓഡിറ്റോറിയം, ഇന്ന വിഷയം, ഇന്ന നോവൽ എന്ന് എഴുതി, ആശയം വന്ന് ഇന്ന ഡേറ്റിൽ, അതിലുണ്ടല്ലോ. ഇതിന് കുറേ സമയം ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതൊന്നും വേണ്ട. ഓരോ കാര്യം. എന്റെ ആത്മകഥയുടെ പേര് എന്റെ വിരലടയാളം എന്ന്. അപ്പൊ ആത്മകഥ എഴുതാൻ വേണ്ടി എന്നോട് പറഞ്ഞു,
പ്രസാധകരും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എഴുതാൻ. കാരണം എന്റെ ഡയറി കുറിപ്പില് എല്ലാ മാറ്ററുകളും അതിൽ ഉണ്ട്. ഏതെങ്കിലും കുട്ടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഏത് ശീലം എന്ന് തുടങ്ങി നമുക്കിതിൽ എഴുതാം. ഒരു തലക്കെട്ട് കൂടാം. എന്നെ സംബന്ധിച്ചോളം തലക്കെട്ടിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും അവിടെ ഇല്ലാത്ത ചില ദിവസം വന്നാൽ ധന്യമീ ജീവിതത്തെ അന്ന് പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ആ വിഷയം തലക്കെട്ടാക്കി ഇടും. ഇതാരും എഴുതി കഴിഞ്ഞിട്ട് കഴിഞ്ഞല്ല ഈ ഡേറ്റിന് എന്തുണ്ടായതെന്ന് നോക്കും കൂടി ചെയ്താൽ ഗുണം ചെയ്യും. കുറെ കുട്ടികൾ കേട്ടപ്പോ എന്തുണ്ട്, ഒട്ടും വിചാരിക്കാതെ ചില കുട്ടികൾ ഇന്ന് തുടങ്ങി വെച്ചാൽ അവരുടെ ആയുസ് മുഴുവൻ അവരെ നിയന്ത്രിക്കുന്ന ഡയറി കുറിപ്പുകൾ ആവും. ഒരു നല്ല ശീലം തുടങ്ങി വെച്ചുകൂടെ എന്ന് പറഞ്ഞു. കുറെ കുട്ടികൾ തൊട്ട് കേൾക്കാതിരുന്നു. തമാശ പറഞ്ഞാലും കുട്ടികൾ ചിരിക്കില്ല. കാരണം അത്ര ചെറിയ കുട്ടികൾക്ക് തമാശയും കേൾക്കില്ല. സ്വാമിനി അമ്മോട് യാത്ര പറഞ്ഞ് സ്കൂളിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ആ കുട്ടികളുടെ മുഖം ഇപ്പോഴും മനസ്സിൽ ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.